ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു റൈസിൻ്റേതാണ് കേട്ടോ. കാബരി റൈസ് അല്ലെങ്കിൽ കാബരി ബിരിയാണി. ഇതിൽ നമ്മൾ മുസമ്പിയുടെ ജ്യൂസും അതുപോലെ മുസമ്പിയുടെ തൊലിയൊക്കെ ചേർത്തിട്ടാണ് ഈ ബിരിയാണി നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഈ കാബരി റൈസിൻ്റെ മെയിനായിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഈ കളർഫുള്ളായിട്ടുള്ള ഈ റൈസ് തന്നെയാണ്. അതിന് വേണ്ടി നമ്മൾ സാധാരണ ഫുഡ് കളർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഹെൽത്ത് വൈസ് അതത്ര നല്ലതല്ലാത്തതുകൊണ്ട് സാധാരണ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് അത് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് വല്ല ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ഫുഡ് കളറൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി. ഇപ്പോൾ ഇത് ഫുഡ് കളർ ചേർക്കാതെയാണ് ഈ ബിരിയാണി തയ്യാറാക്കിയിട്ടുള്ളത്. ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം കുറച്ചൊന്ന് കളർ ചേർത്ത് വെച്ചതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 1 കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മട്ടൻ വെച്ചിട്ടോ ബീഫ് വെച്ചിട്ടോ ഒക്കെ തയ്യാറാക്കി എടുക്കാം കേട്ടോ. ആദ്യം തന്നെ നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ അറബിക് സ്പൈസ് മിക്സ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് കയ്യിലില്ലെങ്കിൽ കബ്സ മസാലയോ മന്തി മസാലയോ ഏതെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ലെമൺ പിഴിഞ്ഞെടുത്ത നീര് കുരുവൊന്നും ഇല്ലാതെ എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാഗി ക്യൂബ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്ത് നമുക്ക് അരമണിക്കൂറെങ്കിലും മിനിമം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. 2-3 മണിക്കൂറൊക്കെ വെക്കാൻ പറ്റുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് സവാള ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കണം. അതിനായിട്ട് കുറച്ച് ഓയിൽ ഒഴിക്കുക. അധികം ഒന്നും ഓയിൽ ഒഴിക്കണ്ട കേട്ടോ. 2 ബാച്ചായിട്ടൊക്കെ നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി. 2 സവാളയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതൊന്ന് ലൈറ്റ് ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ ഈ ഫ്രൈ ചെയ്ത സവാള 1/4 ഭാഗം എടുത്ത് ചൂടോടുകൂടി തന്നെ നന്നായിട്ടൊന്ന് പൊടിച്ച് മാറ്റി വെക്കണം കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാനിവിടെ കാണിച്ചിട്ടില്ല. അപ്പോൾ അത് ചൂടോടുകൂടി തന്നെ പൊടിച്ചെടുത്താലാണ് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുള്ളൂ. നന്നായിട്ട് തന്നെ ഒരു 1/4 ഭാഗം എടുത്ത് പൊടിച്ച് വെക്കണം. ബാക്കി 1/4 ഭാഗം നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും കിസ്മിസും കൂടി ഇട്ടൊന്ന് ഫ്രൈ ചെയ്ത് കോരി മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ക്യാരറ്റ്, അല്ലെങ്കിൽ ഒരു വലിയ ക്യാരറ്റ് ആണെങ്കിൽ അതിൻ്റെ പകുതി എടുത്താൽ മതി. അത് ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക. അധികം മൊരിയേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഫ്രൈ ചെയ്ത് കോരി മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഈ സവോള ഫ്രൈ ചെയ്ത ഓയിൽ കുറച്ചൊന്ന് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സവോള ചോപ്പ് ചെയ്തിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 3 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ 1 കിലോ ചിക്കന് ഞാൻ ഏകദേശം ഒരു 1/4 കിലോ അരിയൊക്കെ തന്നെ എടുത്തിട്ടുള്ളൂ, 750 ഗ്രാം അരിയൊക്കെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ടുള്ളത്. നിങ്ങൾ 1 കിലോ അരിക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2.5 ടേബിൾ സ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളി എടുക്കണം. അതുപോലെ 5 പച്ചമുളകൊക്കെ എടുക്കണം കേട്ടോ. ഒരു വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു വലിയ തക്കാളി കൂടി ഇതിലേക്ക് പേസ്റ്റ് ആക്കിയിട്ടും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ 2 വലിയ തക്കാളി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ മീഡിയം സൈസ് തക്കാളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 3 എണ്ണമൊക്കെ തന്നെ എടുക്കണം കേട്ടോ. ഈ കട്ട് ചെയ്ത് ചേർത്ത തക്കാളിയുടെ വെള്ളമൊക്കെ വലിഞ്ഞ് കഴിയുമ്പോൾ ഒരു തക്കാളി പ്യൂരി ആക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം നന്നായിട്ട് വലിയുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ അറബിക് സ്പൈസ് മിക്സ് മസാല പൗഡർ, പിന്നെ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇതെല്ലാം കൂടി ചേർത്ത് ഈ മസാലപ്പൊടികളൊക്കെ ഒന്ന് മൊരിയുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുക. കാരണം നമ്മൾ റൈസിൽ എന്തായാലും മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ഓപ്ഷണലാണ്. ഞാനിപ്പോൾ ഇതൊന്ന് ഒരെണ്ണം പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1/2 ലെമൻ്റെ ജ്യൂസ് പിഴിഞ്ഞെടുത്തത് കുരുവൊന്നുമില്ലാതെ എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം തന്നെ ഇതൊന്ന് മിക്സാക്കി എടുക്കുക. നമ്മളിപ്പോൾ ചിക്കനിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുള്ളതുകൊണ്ട് സവാളയിൽ നേരത്തെ ഉപ്പ് ചേർക്കുമ്പോൾ ആവശ്യത്തിന് ശ്രദ്ധിച്ചിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. കുറച്ച് നേരം വേവിച്ചതിന് ശേഷം മൂടി തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക.
ഇപ്പോൾ ചിക്കൻ ഏകദേശം ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത സവാള മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ നിന്നൊരു 1/4 ഭാഗം നന്നായിട്ട് പൊടിച്ച് ഇതിലേക്ക് ഈ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അത് വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. രണ്ടും കൂടി ഒരു കുഞ്ഞു പിടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇത് കുറച്ച് മുസമ്പി ജ്യൂസാണ്. ഒരു മുസമ്പി എടുത്ത് തൊലിയും കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ ഇത്. സാധാരണ ബിരിയാണിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഈ ബിരിയാണിയിൽ തൈര് ചേർക്കാറില്ല കേട്ടോ. അതിന് പകരമായിട്ടാണ് നമ്മൾ ഈ മുസമ്പി ജ്യൂസ് ചേർക്കുന്നത്. മുസമ്പി ജ്യൂസ് ഒരു 1/4 ഭാഗം ഞാനത് മാറ്റി വെക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു 1/4 ഭാഗം മാത്രം നമുക്ക് ഈ മസാലയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. മുസമ്പി ഒട്ടും നമ്മൾ മിക്സിയിലൊന്നും അടിച്ചെടുക്കരുത് കേട്ടോ. അപ്പോൾ ഒരു കയ്പ്പ് രസം വരും. നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മി പിഴിഞ്ഞെടുക്കണം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് മൂടി വെക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 3 വലിയ പീസ് കറുകപ്പട്ട, 3 ഏലക്കായ, 3 ഗ്രാമ്പു ഇതെല്ലാം കൂടി ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. ഞാനൊരു 750 ഗ്രാം അരിയാണ് ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. അത് എൻ്റെ കയ്യിലുള്ള ഗ്ലാസ്സിൽ ഒരു 2 ഗ്ലാസ് അരിയാണ് ഇട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഗ്ലാസ്സിൽ തന്നെ 3.5 ഗ്ലാസ് വെള്ളമാണ് ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് മുസമ്പിയുടെ തൊലിയാണ് കേട്ടോ. മാക്സിമം ഇതിൻ്റെ ഉൾഭാഗത്തെ വൈറ്റ് പോർഷനൊക്കെ ഒന്ന് കളഞ്ഞിട്ട് പീൽ ചെയ്ത് എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു മുസമ്പിയുടെ തൊലി മുഴുവനായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടൊന്ന് മൂടി വെക്കാം. അപ്പോൾ ഞാൻ ഈ ഗ്ലാസ്സിലാണ് അരി അളന്നെടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ഗ്ലാസ്സിലാണ് എനിക്ക് 2 ഗ്ലാസ് അരി ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 3.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ളത്. അതൊരു 10 മിനിറ്റ് അരി ഞാൻ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. സെല്ല ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 10 മിനിറ്റ് മാത്രം കുതിർത്ത് വെച്ചുകൊണ്ടാണ് 3.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുള്ളത്. നിങ്ങൾ കൂടുതൽ സമയം കുതിർത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കുറവ് വെള്ളം എടുത്താൽ മതി കേട്ടോ. നിങ്ങളുടെ കയ്യിൽ സെല്ല ബസ്മതി റൈസ് ഇല്ലെങ്കിൽ കുറച്ച് നീളം കൂടിയിട്ടുള്ള ഏത് ബസ്മതി റൈസ് വേണമെങ്കിലും എടുക്കാം. ഈ വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ ഡ്രെയിൻ ചെയ്യാൻ വെച്ചിരുന്ന അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് വീണ്ടും ഒന്ന് ഹൈ ഫ്ലെയിമിൽ തിളപ്പിച്ചെടുക്കാം. ഇത് തിളച്ച് കഴിയുമ്പോൾ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് ഒരു 1/2 ലെമൻ്റെ ജ്യൂസ് കുരുവൊന്നുമില്ലാതെ പിഴിഞ്ഞെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഒരു ചിക്കൻ്റെ മാഗി ക്യൂബും കൂടെ പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മൂടി വെച്ച് 2 മിനിറ്റിന് ശേഷം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്ത് വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ റൈസ് ഏകദേശം കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഒരു 90% ഒക്കെ കുക്കായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ മുകളിൽ നിന്ന് മുസമ്പിയുടെ തൊലി ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഈ റൈസ് വേഗം തന്നെ ദം ചെയ്യാനായിട്ട് നമ്മുടെ മസാലയുടെ മുകളിലേട്ടായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ എനിക്ക് മസാലയുടെ മുകളിലേക്ക് ഈ ചോറ് ഇട്ട് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ റൈസ് ഉണ്ടാക്കിയിട്ടുള്ള പാത്രത്തിൽ തന്നെ ദം ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് റൈസ് ഞാനൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. സാധാരണ കാബരി റൈസ് വെക്കുമ്പോൾ തിളപ്പിച്ചൂറ്റി എടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഞാനിവിടെ കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ട് നെയ്ച്ചോറ് വെക്കുന്നത് പോലെ വെച്ചെന്നേ ഉള്ളൂ. തിളപ്പിച്ചൂറ്റി എടുക്കുകയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സവാള ഫ്രൈ ചെയ്ത ഓയിൽ കുറച്ചിൻ്റെ മുകളിലേക്ക് ഒഴിച്ചെടുക്കുകയോ അല്ലെങ്കിൽ നെയ്യ് തന്നെ കുറച്ച് കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യണം കേട്ടോ. അതല്ലെങ്കിൽ ചോറിങ്ങനെ ഡ്രൈ ആയി പോവുമല്ലോ. ഈ റൈസിൻ്റെ മെയിനായിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഗ്രീൻ, യെല്ലോ, റെഡ് കളറിലുള്ള റൈസാണ്. അപ്പോൾ ഫുഡ് കളർ വേണമെന്നുള്ളവർക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ഗ്രീൻ കളറും റെഡ് കളറും ചേർത്ത് കൊടുക്കുക. യെല്ലോ കളർ ഓൾറെഡി ഇതിൽ നമ്മുടെ മസാലയിൽ ഉണ്ടാവുമല്ലോ. ഇനി ഈ റൈസിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂണോളം. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം അറബിക് മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മുസമ്പിയുടെ ജ്യൂസ് ഉണ്ടല്ലോ, അത് കുറച്ച് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കുമായിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച സവാള ഇട്ട് കൊടുക്കുക. പിന്നെ ക്യാരറ്റും കറിവേപ്പിലയും ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും അതുപോലെ കാഷ്യൂനട്ടും കിസ്മസും എല്ലാം ഇതിന് മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചോപ്പ് ചെയ്തത് അത് 1-2 ടേബിൾ സ്പൂൺ മാത്രം മതി. അതും കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് റൈസും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള റൈസും കൂടി അതിന് മുകളിലേക്ക്, നമ്മൾ നേരത്തെ മാറ്റി വെച്ച റൈസ് ഉണ്ടല്ലോ, അത് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പ്രോസസ്സ് അതേപടി ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാലയും അറബിക് മസാലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്.
പിന്നെ മുസമ്പിയുടെ ജ്യൂസ്, മല്ലിയിലയും പുതിനയിലയും പിന്നെ അതുപോലെ ഫ്രൈഡ് ഐറ്റംസ് എല്ലാം ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റോളം നമുക്കൊന്ന് ദം ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കനം കുറഞ്ഞ പാത്രമൊക്കെ ആണെങ്കിൽ അടിയിലൊരു കട്ടിയുള്ള പാത്രം വെച്ച് കൊടുക്കണം കേട്ടോ. അതുപോലെ എയർ പോകുന്ന മൂടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് കവർ ചെയ്തിട്ട് വേണം മൂടി വെക്കാനായിട്ട്. 15 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറിന് ശേഷമാണ് ഇത് നമ്മൾ ഇതിൻ്റെ ലിഡ് തുറക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഈ റൈസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 3 കളറിലുള്ള റൈസാണ്. അപ്പോൾ ഫുഡ് കളറൊന്നും ഞാൻ നേരത്തെ ചേർക്കാത്തതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം കുറച്ച് റൈസ് ഇതുപോലെ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ റൈസ് നമ്മൾ സാധാരണ ബിരിയാണി മിക്സ് ചെയ്തെടുക്കുന്നത് പോലെ എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ആക്കിയിട്ട് നമ്മൾ സെർവ് ചെയ്യാറില്ല. കാരണം എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ആക്കുമ്പോൾ ഒരു മൊത്തത്തിലൊരു മഞ്ഞ കളറായി പോകുമല്ലോ. അപ്പോൾ മുകളിലുള്ള കളർഫുള്ളായിട്ടുള്ള റൈസ് മാത്രം താഴെ എടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് മസാല വെക്കുകയാണ് ചെയ്യാറുള്ളത്. കഴിക്കുന്ന സമയത്ത് എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കും. എന്നാലാണ് ആ കളർഫുള്ളായിട്ടുള്ള റൈസ് നമുക്ക് ശരിക്കും കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ മുകളിലുള്ള റൈസ് ഒന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം മസാലയുടെ മുകളിലുള്ള യെല്ലോ കളർ റൈസ് ഉണ്ടല്ലോ, അതും നമ്മുടെ കളർ ചേർത്ത റൈസും എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം താഴെ നമ്മൾ സെർവ് ചെയ്യണം. അതിന് മുകളിലായിട്ടാണ് മസാല വെക്കേണ്ടത്. ഇങ്ങനെ സെർവ് ചെയ്യുമ്പോൾ ഈ റൈസ് കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, മുസമ്പി ജ്യൂസൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റുള്ളൊരു ബിരിയാണി തന്നെയാണിത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. താങ്ക്